ആലപ്പുഴ കാർത്തികപ്പള്ളി UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ ഇന്ന് ക്ലാസുകൾ ആരംഭിക്കും. ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര ഇന്നലെ മഴയിൽ തകർന്നു വീണിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ കളക്ടർ ഇടപെട്ടാണ് ക്ലാസുകൾ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ അവധിയായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാവുകയായിരുന്നു. നമുക്കൊപ്പം ശരത്ത് സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്. ഇന്നലെ എങ്ങാനും ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. കുഞ്ഞു കുട്ടികൾ പഠിച്ചിരുന്ന ക്ലാസ്സാണ്. 4ാം ക്ലാസ്സോ 4B ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ്, 5ാം ക്ലാസ്സോ മറ്റോ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിലും ചില ആളുകൾ വന്ന് കള്ളം പറഞ്ഞു നമ്മളോട്, ക്ലാസ് അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ളത്. വാസ്തവം അതായിരുന്നില്ലല്ലോ ശരത്, അവിടെ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ലേ? ഇന്നിപ്പോൾ ഈ കുട്ടികളെ കുറച്ച് സേഫായ ബിൽഡിങ്ങിലേക്ക് മാറ്റുമോ ക്ലാസ്സിന്? എങ്ങനെയാണ് ഇന്ന് ക്ലാസ്സുകൾ പുനരാരംഭിക്കുക ശരത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സംഭവം നടന്ന സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയായിരുന്നു താൽക്കാലിക ഷെഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ക്ലാസ് മുറികളൊക്കെ തന്നെ ഈ കാണുന്ന പുതിയ കെട്ടിടത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായൊരു കെട്ടിടം ഇവിടെ പണി തീർത്ത് വെച്ചിരുന്നു. അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ഈ താൽക്കാലിക കെട്ടിടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പഴക്കമുള്ള കെട്ടിടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് ഈ സംഭവത്തിന് പിന്നാലെ ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തി. സംഭവം ഉണ്ടാകേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകേണ്ടി വന്നു, ഇങ്ങനെ ഒരു കണ്ണു തുറക്കാൻ എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ ക്ലാസ് മുറികളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ട് അടിയന്തര ഇടപെടൽ നടത്തിയ ശേഷമാണ് ഇപ്പോൾ ക്ലാസ് മുറികളടക്കം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെയാണ് ക്ലാസ് മുറികൾ. ഇത് താഴത്തെ നിലയാണ്. ഇതിന്റെ മുകൾ നിലയിൽ ക്ലാസ് മുറികളൊക്കെ തന്നെ ബെഞ്ചടക്കം ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്ന് ഇട്ട് ആ രീതിയിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും മനോഹരമായ കെട്ടിടവും ക്ലാസ് മുറിയും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്കൊപ്പം പ്രധാന അധ്യാപകൻ കൂടി ചേരുന്നുണ്ട്. നിലവിൽ എന്താണ് ഇപ്പോൾ പുതിയ ക്ലാസ് മുറികളിലേക്ക് എല്ലാം തയ്യാറായി കഴിഞ്ഞു. എത്ര ക്ലാസ് മുറിയാണ് ഇങ്ങോട്ട് മാറ്റിയത്? പിന്നെ 13 ക്ലാസ് മുറികൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ അപകടം ഉണ്ടായ കെട്ടിടത്തിൽ ഇനിയിപ്പോൾ ഒന്നും ക്ലാസ് മുറികളുമില്ല. ക്ലാസ് മുറികളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഓഫീസും എല്ലാം ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മുഴുവനും. പ്രധാന അധ്യാപകൻ പറയുന്നത് നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറി അടക്കം, അല്ലെങ്കിൽ ഓഫീസ് മുറി അടക്കം ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കെട്ടി അടച്ചിരിക്കുകയാണ്. കുട്ടികളൊന്നും തന്നെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഗം കെട്ടി അടച്ചിട്ടുണ്ട്, സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ഈ അപകടത്തിന് പിന്നാലെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളൊക്കെ തന്നെ ഇന്നിപ്പോൾ തുറന്ന് പ്രവർത്തിക്കും. അതേസമയം ഇന്ന് പ്രതിഷേധവും ശക്തമാണ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ തന്നെ പ്രതിഷേധം ഇന്ന് ഈ സ്കൂളിലേക്കുണ്ട്. സ്കൂൾ പ്രധാന അധ്യാപകൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഒപ്പം BJPയുടെ പ്രതിഷേധം പഞ്ചായത്തിലേക്കുമുണ്ട്. പഞ്ചായത്തിന്റെ വീഴ്ചയാണ്, അതായത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചതിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റി എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അങ്ങനെ BJP ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാർച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെ ക്ലാസ് മുറിയിലേക്ക് ഇന്നിപ്പോൾ അല്പസമയത്തിനകം എത്തിത്തുടങ്ങും. നിലവിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ വരുന്നതേയുള്ളൂ. എന്തായാലും ഇവിടെയായിരുന്നു ഇപ്പോൾ ഇന്നലെ ഈ താൽക്കാലിക ക്ലാസ് മുറി പ്രവർത്തിച്ചിരുന്ന ഓഡിറ്റോറിയമാണിത്, അല്ലെങ്കിൽ ഒരു തുറന്ന ഓഡിറ്റോറിയമാണിത്. ഇവിടെയായിരുന്നു താൽക്കാലിക ക്ലാസ് മുറി കഴിഞ്ഞ ദിവസം വരെ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ എന്തായാലും മാറ്റിയിട്ടുള്ളത്. തൊട്ടിപ്പുറമുള്ള കെട്ടിടമാണ്. ഇതാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടം. ഈ കെട്ടിടത്തിന് ഇപ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ കെട്ടിടത്തിന്റെ മുൻഭാഗമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മഴയുടെ ഭാഗമായി തകർന്നു പോയത്. മഴ ശക്തമായിരുന്നു ജില്ലയിൽ. അതൊക്കെ പൊളിച്ചു നീക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടെ വീണ്ടും ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ആ ഷെഡ് അനധികൃതമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതടക്കം ഫിറ്റ്നസ് കിട്ടാതെ അനധികൃത നിർമ്മാണം ഒക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട്. അത് പൊളിച്ചു കളയുന്നതല്ലേ കുറച്ചുകൂടി സുരക്ഷിതത്വം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഈ സ്കൂൾ കെട്ടിടം ഇങ്ങനെ നിലനിൽക്കുന്നത് വലിയ ഭീഷണിയാണ്. കാരണം കുട്ടികൾ നിരന്തരം ഈ കെട്ടിടത്തിന്റെ ഭാഗത്തൂടെ തന്നെ കടന്നു പോകുന്നതാണ്. ഇന്റർവെൽ ടൈമിലും ഒക്കെ തന്നെ കുട്ടികൾ ഈ ഭാഗത്ത് വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ഇവിടെ നിലനിർത്തുന്നത് അത് അപകടമാണ്. അത് പൊളിച്ചു നീക്കേണ്ടത് ഏറ്റവും അത്യാവശ്യവുമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷമായി കെട്ടിടം എങ്ങനെ ഫിറ്റ്നസ് ഇല്ലാതെ ഇവിടെ നിലനിർത്തി എന്നുള്ളതാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 150 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ഒരു വർഷമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് പോലുമില്ല. അപ്പോഴും ഈ കെട്ടിടം ഇവിടെ നിലനിർത്തുകയും ഇതിൽ ഓഫീസ് മുറി അടക്കം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് പ്രധാന അധ്യാപകൻ പറയുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളടക്കം പറയുന്നത് ഈ കാണുന്ന ക്ലാസ് മുറി, അതായത് ഈ ഭാഗമാണ് തകർന്നു വീണ ഭാഗം. ഈ തകർന്നു വീണ ഭാഗത്തിൽ 4B ക്ലാസ് ആണ് പ്രവർത്തിച്ചത്. ആ ക്ലാസ് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ പ്രവർത്തി ദിവസം വരെ ഈ ക്ലാസ് മുറി പ്രവർത്തിച്ചിരുന്നു. ഒരു വർഷമായി ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് എന്ന് ഓർക്കണം. 150 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന് ഒരു വർഷമായി ഫിറ്റ്നസ് ഇല്ല. ആ സാഹചര്യത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഒപ്പം പ്രധാന അധ്യാപകൻ പറയുന്നത് ഓഫീസ് മുറി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ എന്തായാലും കെട്ടിടം ഇവിടെ അവധി ദിനമായതുകൊണ്ട് ശരത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, ആ സിസ്റ്റവും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്.
പ്രേക്ഷകർക്ക് കാണാം അത് തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ. ആ സ്കൂൾ പക്ഷേ ഓടക്കിയിട്ട് മനോഹരമായൊരു സ്കൂളാണ്. നമ്മൾ സ്കൂളിൻ്റെ പേരൊക്കെ പറയുന്ന സമയത്തുള്ള പഴയ കാലത്തെ സ്കൂളിൻ്റെ ദൃശ്യഭംഗിയുള്ള ഒരു സ്കൂളാണ്. പക്ഷേ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്കൂളിന് സ്വാഭാവികമായും ഫിറ്റ്നസ് നഷ്ടപ്പെടും. അത് ഫിറ്റ്നസ് കിട്ടാതെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അത് ചെയ്തില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇതേ ക്ലാസ് മുറിയിൽ ക്ലാസുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയം. കാർത്തികപ്പള്ളി UP സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. അവരെന്തായാലും പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനൊരു കെട്ടിടം തകർന്നു വീഴേണ്ടി വന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയില്ലേ അല്ലേ, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണ്. കൃത്യസമയത്ത് തുന്നലിട്ട നമുക്ക് ആളുകളുടെ ജീവിതം രക്ഷിക്കാം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാതെ പോയത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രക്തസാക്ഷികളെ വേണ്ടി വരുന്നു നമുക്ക് ആളുകളെ മാറ്റാനും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും. അതുണ്ടാവാൻ പാടില്ല.